നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഒരു ചെക്ക് റിട്ടേൺ കേസ് നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 138 പ്രകാരം എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതിന് ചെയ്തു. അതിൽ പറഞ്ഞിരുന്നത് 20,000 മേലെ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം നമുക്ക് ചെക്ക് റിട്ടേൺ കേസിന് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിയമപ്രകാരം അത് വാലിഡ് ആയിരിക്കില്ല എന്ന ഹൈക്കോടതിയുടെ വിധി പ്രകാരമായിരുന്നു അത് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 25-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. 20,000 അല്ല, എത്ര എമൗണ്ട് ആണെങ്കിലും 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാം. ആ 20,000 എന്നുള്ള ലിമിറ്റ് പരിധി ഈ 25 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വിധിയിലൂടെ മറികടന്നിരിക്കുകയാണ്. ആകപ്പാടെ വേണ്ടത് കൊടുത്തിരിക്കുന്ന ഒരു എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് ക്യാഷായിട്ട് കൊടുത്തു എന്നുള്ള തെളിയിക്കാനുള്ള രേഖകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 138 പ്രകാരം 20,000 അല്ല, അതിന് എത്ര എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ക്യാഷായിട്ട് കൊടുത്ത ആണെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഈ വിവരം നിങ്ങളെ ഉടനെ അറിയിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്